SBI അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഉള്ളവർക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മൊബൈൽ നമ്പറിൽ OTP വരുന്നില്ല, ബാങ്ക് സംബന്ധിച്ച മെസ്സേജുകൾ വരുന്നില്ല, ബാങ്കിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, അതിനാൽ യോനോ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ബാങ്കിൽ ആദ്യം ആഡ് ചെയ്തിരുന്ന മൊബൈൽ നമ്പർ മാറ്റി ബാങ്കിൽ പോയി തന്നെ പുതിയ നമ്മുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്തു. അതിനുശേഷവും യോനോ ആപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, മെസ്സേജ് വരുന്നില്ല, അതുപോലെ വിദേശത്തുള്ളവർക്ക് OTP വരുന്നില്ല. ഇത്തരത്തിലുള്ള കുറേ അധികം പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഓൺലൈനായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യാൻ സാധിക്കുമോ, അതുപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ OTP മെസ്സേജ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുമോ, നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇനി പറ്റുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ നമ്പർ ഓൺലൈനായി ആഡ് ചെയ്യേണ്ടത്. ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന SBI അക്കൗണ്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത് മൊബൈൽ നമ്പർ സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സാധാരണയായി നമ്മൾ SBIയിൽ അക്കൗണ്ട് എടുക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നാമതായി നമ്മൾ പുതുതായിട്ട് അക്കൗണ്ട് എടുക്കുന്നവർ നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ സെർച്ച് ബാറിൽ SBI അല്ലെങ്കിൽ യോനോ SBI എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, SBIയുടെ ആപ്ലിക്കേഷൻ കിട്ടും. ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ അക്കൗണ്ട് ഓപ്പണിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്തിട്ടായിരിക്കും മിക്കവരും പുതുതായിട്ട് അക്കൗണ്ട് എടുക്കുന്നത്. പക്ഷേ നിലവിലെ അക്കൗണ്ട് നേരത്തെ എടുത്തിട്ടുള്ളവരെന്ന് പറയുന്നത് നമ്മൾ ബാങ്കിൽ നേരിട്ട് പോയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫോൺ വഴിയാണ് നിങ്ങളൊരു അക്കൗണ്ട് എടുത്തിട്ടുള്ളതെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഇട്ടിട്ടുള്ള സിം ആയിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് യോനോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിനോ OTP വരുന്നതിനോ ഉള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും, അതായത് നമ്മളിത് ഇവിടെ ലോഗിൻ ചെയ്യുന്ന സംഭവത്തിൽ പോയിട്ട് നമുക്കിവിടെ യൂസർ ID പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലേ, അപ്പോൾ ഇതിൽ പോയിട്ട് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് സൈറ്റിലേക്ക് പോയിട്ട് അവിടെ നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ പലർക്കുമുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ നമ്പർ മാറും. അപ്പോൾ നിങ്ങൾ ഫോണിലിട്ടിരിക്കുന്ന മൊബൈൽ നമ്പറിൻ്റെ സ്ലിം സ്ലോട്ടൊക്കെ മാറ്റിയിട്ട് വീണ്ടും ഇടുമ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നത്. ഇനി അത് നമുക്കവിടെ പിന്നീട് പറയാം ബാക്കിയുള്ള കാര്യം. അപ്പോൾ ഇനി നിങ്ങൾ നേരത്തെ ബാങ്കിൽ പോയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, SBIയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, അതിനുശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ ഉപയോഗിക്കുമ്പോൾ OTP വരുന്നില്ല, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എറർ കാണിക്കുന്നു, ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ കുറേയധികം പ്രശ്നങ്ങളുണ്ടാകും. ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഈ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ഫെയിലാവും. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഫെയിലാവുന്നുണ്ടെങ്കിലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ പലരും വിചാരിക്കുന്നത് ഇൻ്റർനെറ്റ് ബാങ്കിങ് ആക്ടിവേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് യോനോ ആപ്പ് ഉപയോഗിക്കാൻ പറ്റുമല്ലോ, അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന് പറയും. പലരും ഇൻ്റർനെറ്റ് ബാങ്കിങ് അക്കൗണ്ട് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ആപ്ലിക്കേഷനൊന്നും അല്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ കൊടുത്തിട്ടില്ല എങ്കിലും ഉപയോഗിക്കാൻ പറ്റും. യോനോ ആപ്പ് ചിലർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റിയെന്നും വരില്ല. അപ്പോൾ ഇതാണ് മറ്റൊരു പ്രശ്നം. പിന്നെ OTP വരുന്നില്ല, നമ്മൾ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, OTP വരുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കുറേയധികം കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് പരിഹരിക്കാൻ പറ്റും. അല്ല എങ്കിൽ നമ്മൾ നേരിട്ട് ബാങ്കിൽ പോയാലേ നടക്കും, മറ്റൊരാൾ പോയാലൊന്നും നടക്കില്ല. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ ആണെങ്കിൽ ഗൂഗിൾ ക്രോം പോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് മുകളിൽ സെർച്ച് ബാറിൽ SBI നെറ്റ് ബാങ്കിങ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് ചെയ്യുക. അപ്പോൾ SBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക, നമ്മുടെ വെബ്സൈറ്റ് വഴിയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇത് വിശ്വാസയോഗ്യമായിട്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വെബ്സൈറ്റ് കൊടുത്തിട്ടുള്ളത്. എന്നാലും കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് മാറിയെന്ന് വരും. അപ്പോൾ നമുക്ക് ഈ സൈറ്റിലേക്ക് പോകാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ SBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു കണ്ടിന്യൂ ലോഗിങ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വരും. ഇവിടെ നമുക്ക് പലർക്കും യൂസർ നെയിമും പാസ്വേഡും അറിയാം. നമ്മൾ ഈ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ക്യാപ്ച കോഡുണ്ട്, അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ലോഗിങ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുന്നു. പക്ഷേ ലോഗിങ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു OTP വരണം. ഈ OTP വന്നാലേ നമുക്ക് ഇത് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ പലർക്കും ഈ OTP വരില്ല. അപ്പോൾ എന്ത് ചെയ്യും,
ഇത് നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം നമുക്കിവിടെ റീസെൻറ്റ് ഇവിടെ കാണാം, ക്ലിക്ക് ടു റീസെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരിക്കൽ കൂടെ OTPക്ക് അപ്ലൈ ചെയ്യാം. OTP വരുന്നില്ല എങ്കിൽ നിങ്ങൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആക്ടിവേഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾ ബാങ്കിൽ പോയിട്ട് നിങ്ങളൊരു അപേക്ഷ കൊടുക്കുക ബാങ്ക് മാനേജർക്ക്, ബ്രാഞ്ച് മാനേജർക്ക്. അപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആക്ടിവേഷൻ ചെയ്യാനുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യോനോ ആപ്പ് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും, എന്നാലും ഇത് പറ്റില്ല. അപ്പോൾ ഇനി നിങ്ങൾ പറയുന്നത് ഞാനിവിടെ സബ്മിറ്റ് കൊടുക്കുന്നു, എനിക്കിവിടെ ഓപ്പണായി വന്നു, നെറ്റ് ബാങ്കിങ് ഓപ്പണായി വന്നു. അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ഞങ്ങൾ ആക്ടിവേഷൻ ചെയ്തിട്ടൊന്നു, പക്ഷേ മൊബൈൽ നമ്പർ ആഡ് ചെയ്തു, മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ട് OTP വരുന്നതാണ് പ്രശ്നം. പിന്നെ എങ്ങനെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ യോനോ ആപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ആയിരിക്കും പ്രശ്നം. അല്ലെങ്കിൽ OTP വരുന്നില്ല, അത് തന്നെയാണ് മെയിൻ റീസൺ. ഇതിൽ വിദേശത്തുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ വിദേശത്ത് OTP വരുന്നില്ല. ഇനി OTP വന്നാലും നിങ്ങൾ അവിടെ നിന്ന് ഇന്ത്യയിൽ വന്ന ഒരു OTP എടുത്ത് അവിടെ നമ്മൾ അയച്ചു കൊടുത്ത് ആ OTP ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് ഫെയിലാവും. കാരണം ലൊക്കേഷനൊക്കെ വെച്ചിട്ട് ഇപ്പോൾ അവർ പിടിക്കുന്നുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്കിത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിനി ഇൻ്റർനെറ്റ് ബാങ്കിങ് ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇതുപോലെ വന്നതിന് ശേഷം ഇവിടെ മുകളിൽ 3 വരയുണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം മൈ അക്കൗണ്ട്സ് ആൻഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരും. ഇവിടെ നമ്മുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. അപ്പോൾ ഈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ബട്ടണിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, കണ്ടോ? അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രൊഫൈൽ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ പ്രൊഫൈൽ പാസ്വേഡ് നിങ്ങൾക്ക് അറിയില്ല, മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊഫൈൽ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ എന്തിനാണ് ഇതിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ OTP ഒന്നും വരുന്നില്ലായിരിക്കും, അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ഓപ്ഷനിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇതെല്ലാം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ OTP വരാത്തവർക്ക് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിന് വേണ്ടിയിട്ട് കൂടെയാണ് ഞാനിവിടെ ഈ സംഭവത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എനിക്കറിയാവുന്നുള്ളത് കൊണ്ട് പ്രൊഫൈൽ പാസ്വേഡ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ സബ്മിറ്റ് കൊടുക്കുകയാണ്. സബ്മിറ്റ് കൊടുക്കുമ്പോഴുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നമ്മുടെ പ്രൊഫൈലിലേക്ക് ഓപ്പൺ ചെയ്ത് കിട്ടും. പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴേക്ക് വരുമ്പോൾ നമുക്കൊരു മെസ്സേജൊക്കെ വരും. അപ്പോൾ തന്നെ നമുക്കിവിടെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, മൊബൈൽ നമ്പർ 2 മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ താഴെ ഒരു മൊബൈൽ നമ്പർ ഓൾറെഡി നമുക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ബാങ്കിൽ നേരിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറാണ് ഈ വന്നിട്ടുള്ളത്. ഇനി നമുക്കിവിടെ രണ്ടാമത് ഒരു മൊബൈൽ നമ്പർ ഇവിടെ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ചിലർക്ക് ഇതിലും ഒരു നമ്പർ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് OTP ഒക്കെ വന്നാലേ മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടുള്ള നോക്കാൻ പറ്റൂ. എന്നിരുന്നാലും നിങ്ങൾക്ക് അതൊന്നും പറ്റുന്നില്ലെങ്കിൽ ഞാനിത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മൾ ബാങ്കിൽ ആദ്യമായിട്ട് ഒരു മൊബൈൽ നമ്പർ കൊടുത്തു, ആ മൊബൈൽ നമ്പറായിരിക്കും ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ഒരു മൊബൈൽ നമ്പർ, ഇതിൽ OTP ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു മൊബൈൽ നമ്പർ ബാങ്കിൽ പോയിട്ട് ഒരു അപേക്ഷ കൊടുക്കും, എനിക്ക് OTP വരുന്നില്ല, എൻ്റെ മൊബൈൽ നമ്പർ മാറി, അപ്പോൾ എന്ത് ചെയ്യണം, എനിക്ക് പുതിയൊരു മൊബൈൽ നമ്പർ ആഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഈ ബാങ്കിൽ പോയി പറയുമ്പോൾ ഇവിടെ ആയിരിക്കും രണ്ടാമത്തെ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ആയി വരുന്നത്, ആഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ബാങ്കിൽ പോയി പറയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ചോദിക്കും, അല്ലെങ്കിൽ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ അവിടെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു സ്റ്റാഫ് നിങ്ങളുടെ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുക്കും, അത് ആഡ് ചെയ്യും. അപ്പോൾ ആഡ് ചെയ്യുന്നത് സെക്കൻഡറി ആയിട്ടാണ് ആ മൊബൈൽ നമ്പർ ആഡ് ആവുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് ആഡ് ആവണമെങ്കിലും നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കൂടെ ചെയ്യേണ്ടി വരും. ഇവിടെ ചേഞ്ച് മൊബൈൽ നമ്പർ ത്രൂ ബ്രാഞ്ച് എന്നും ചേഞ്ച് മൊബൈൽ നമ്പർ ഡൊമസ്റ്റിക് ഒൺലി ത്രൂ ATM എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതിൽ ഇവിടെ കണ്ടോ, ചേഞ്ച് മൊബൈൽ നമ്പർ ത്രൂ ബ്രാഞ്ച്. അപ്പോൾ നമുക്കിപ്പോൾ OTP എല്ലാം വരുന്നവർക്ക് നമ്മുടെ ഈ മൊബൈൽ നമ്പർ, അതായത് ഇവിടെയുള്ള ഈ മൊബൈൽ നമ്പർ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഓപ്ഷൻ ഒരിക്കലും നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. അതായത് ചേഞ്ച് മൊബൈൽ നമ്പർ ഡൊമസ്റ്റിക് ഓൺലി ത്രൂ ATM. അതായത് നമ്മൾ ഈ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാനത് കാണിച്ചു തരാം. ക്ലിക്ക് ചെയ്ത് നമ്മൾ പുതിയ മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ, അതായത് പൈസ എടുക്കുമ്പോഴും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമ്പോഴൊക്കെ മെസ്സേജ് വരും, പക്ഷേ OTP ഒന്നും ചിലപ്പോൾ വരില്ല. അങ്ങനെ OTP ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ചേഞ്ച് മൊബൈൽ നമ്പർ ത്രൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം. അപ്പോൾ
നമ്മൾ ഈ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് ഇവിടെ ആയിരിക്കും വരുന്നത്. ഇതേ സംഭവം തന്നെ നമ്മൾ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാതെ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ നേരിട്ട് ബാങ്കിൽ പോയി നമുക്കൊരു നമ്മുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാലും അവർ ഇവിടെ ആയിരിക്കും നിങ്ങളുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അതായത് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഫോണിൽ ഇട്ടിട്ടുള്ള സിമ്മ് എൻ്റെ നമ്പറായിരിക്കും കൊടുക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ആദ്യമായിട്ട് കൊടുത്ത മൊബൈൽ നമ്പർ ഇതാ ഇവിടെ വന്നിട്ട് കിടപ്പുണ്ട്. അതാണ് നിങ്ങളുടെ പ്രൈമറി മൊബൈൽ നമ്പർ. അതായത് നമ്മുടെ ഒറിജിനാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ പാൻ കാർഡ് എന്നോ ആധാർ എന്നോ പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മൊബൈൽ നമ്പറായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ പഴയ നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ അതിനൊരു മാറ്റവും വന്നിട്ടുണ്ടാവില്ല. ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ നിലവിൽ നമുക്ക് ഇതേപോലെ വന്നതിന് ശേഷം മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാ ഇവിടെ ചേഞ്ച് മൊബൈൽ നമ്പർ ത്രൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ നമ്മുടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ന്യൂ മൊബൈൽ നമ്പർ, നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്യേണ്ട മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക, വീണ്ടും ആഡ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. വിചാരിക്കും നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറിയെന്ന്. മാറത്തില്ല. നിങ്ങൾക്കത് മാറണമെങ്കിൽ അതിനുശേഷം നിങ്ങൾ ബാങ്കിൽ പോയിട്ട് നിങ്ങൾ മാനേജർക്ക് ഒരു അപേക്ഷ കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റാഫിനോട് പറയുക, ഞാൻ ഇതുപോലെ എൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്, പുതിയൊരു നമ്പർ. അപ്പോൾ അത് എനിക്ക് എന്നിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അതിനൊന്ന് വെരിഫൈ ചെയ്ത് തരണമെന്ന് പറയുമ്പോൾ അവരത് നോക്കും നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത് ശരിയാണോന്ന്. അതിനുശേഷം അവരവിടെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനി നിങ്ങൾ ഈ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ മൊബൈൽ നമ്പർ മാറില്ല, ഇവിടെ വരും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതാ ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ഇവിടെ നമ്മൾ പുതിയ മൊബൈൽ നമ്പർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മറ്റതിൽ OTP വരാത്ത സമയത്ത് ഇതിലേക്ക് OTP വരുത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ സെക്കൻഡറി ആയിട്ടൊരു മൊബൈൽ നമ്പർ കൊടുക്കുന്നത്. അപ്പോൾ പ്രൈമറി ആയിട്ടുള്ള മൊബൈൽ നമ്പർ മാറില്ല. ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ATM മെഷീനിൽ SBIയുടെ ATM മെഷീനിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇപ്പോൾ ഇതിൽ കൊടുത്ത ഈ മൊബൈൽ നമ്പർ തന്നെ വീണ്ടും ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് മാറുന്നത്. പക്ഷേ നമുക്ക് എല്ലാ കാര്യത്തിനും OTP ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ആക്ടിവേഷൻ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഞാൻ മൊബൈൽ നമ്പർ OTP ഒക്കെ വരുന്നവർക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതൊന്നും വരുന്നില്ല, OTP വരുന്നില്ല, നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ബാങ്കിൽ നേരിട്ട് പോവുക. നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയും കൊണ്ട്, ഒറിജിനൽ ആധാറും നിങ്ങളുടെ ആധാറിൻ്റെ ഒരു കോപ്പിയുമായിട്ട് നിങ്ങൾ ബാങ്കിൻ്റെ ബ്രാഞ്ചിലേക്ക് പോവുക. നിങ്ങളുടെ ബ്രാഞ്ചിലേക്ക് ഏതെങ്കിലും ബ്രാഞ്ചിൽ പോയാൽ പറ്റില്ല. നിങ്ങൾ ഏത് ബ്രാഞ്ചിലാണുള്ള ആ ബ്രാഞ്ചിൽ പോയതിന് ശേഷം നിങ്ങൾ അവിടുത്തെ മെയിൻ ബ്രാഞ്ച് മാനേജർക്ക് നേരിട്ട് ഒരു വെള്ള പേപ്പറിൽ അപേക്ഷ കൊടുക്കുക. അതിൻ്റെ കൂടെ ആധാറിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയും കൂടെ വയ്ക്കുക. കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആദ്യമായിട്ട് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് എടുത്തപ്പോൾ നിങ്ങൾക്കുള്ള മൊബൈൽ നമ്പർ ഏതാണോ ആ മൊബൈൽ നമ്പർ നിങ്ങളവിടെ വയ്ക്കുക. അതായത് എൻ്റെ മൊബൈൽ നമ്പർ ഇന്ന നമ്പറാണ്, ഈ നമ്പർ എനിക്കിപ്പോൾ നിലവിൽ OTP വരുന്നില്ല എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ഈ മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്നില്ല, എന്നാൽ എനിക്ക് ഹൈ സെക്യൂരിറ്റി ആയിട്ടുള്ള മൊബൈൽ നമ്പർ ആയിട്ടുള്ള ഈ നമ്പർ മാറ്റി പുതിയൊരു നമ്പർ ഞാൻ നിലവിൽ ഉപയോഗിക്കുന്ന നമ്പർ ആഡ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് ഈ നമ്പർ ഇന്നതാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ പുതിയ മൊബൈൽ നമ്പർ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്യണമല്ല, അവിടെ എഴുതി അതിൻ്റെ താഴെ നിങ്ങൾ ദയവായി മാറ്റിത്തരണമെന്ന് പറഞ്ഞിട്ട് എന്ന് ഒപ്പ്, പേര്, സ്ഥലം, നിങ്ങളുടെ അന്നത്തെ തീയതി ഇത്രയും വെച്ച് നിങ്ങൾ മാനേജർക്ക് കൊടുക്കുക. അപ്പോൾ മാനേജർ ചിലപ്പോൾ വാങ്ങൂല. ആ ഫ്രണ്ട് റോയിലിരിക്കുന്നതിൻ്റെ ബാക്കിലായിട്ട് അസിസ്റ്റൻറ്റ് മാനേജർമാരുണ്ടാവും, അവരായിരിക്കും വാങ്ങുന്നത്. അവരിൽ കൊടുത്താലും മതിയാവും. കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് നിങ്ങൾ ആ ചേഞ്ച് ചെയ്യുക. അപ്പോഴും തന്നെ അവർ മാറ്റിത്തരും. മാറ്റി തന്നതിന് ശേഷം മാത്രം നിങ്ങൾ വീട്ടിലേക്ക് പോവുക. ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറും. മൊബൈൽ നമ്പർ മാറുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴും തന്നെ മെസ്സേജ് വരും. മെസ്സേജ് വരുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിന്നിട്ട് പറയുക എനിക്ക് മെസ്സേജ് വന്നിട്ടില്ല എന്ന്. അപ്പോൾ അവർ പറയും മെസ്സേജ് വരാത്തതാണ്. അപ്പോൾ അവരുടെ അടുത്ത് കാര്യം പറയുക. ഉടക്കാനും പ്രശ്നം ഉണ്ടാക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. എനിക്ക് ഇത് തന്നെയാണ് പ്രശ്നം, എനിക്ക് മെസ്സേജ് വരാത്തതാണ് പ്രശ്നം, നിങ്ങളത് ശരിയാക്കി തരണമെന്ന് പറയുക. അപ്പോൾ തന്നെ അവർ ശരിയാക്കി തരും. കാരണം നമ്മൾ ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവർ വീണ്ടും നമ്മുടെ സെക്കൻഡറി മൊബൈൽ നമ്പറായിട്ടായിരിക്കും ഇവർ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും നമുക്കവിടെ മെസ്സേജ് വരാത്തത്. കാരണം ഇവർക്ക് ഇരിക്കുന്ന സ്റ്റാഫുകൾക്ക് പേടിയാണ്. കാരണം എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ തെറ്റായാണ് ടൈപ്പ് ചെയ്തതെന്നോ അല്ലെങ്കിൽ
നിങ്ങൾ വേറെ ആരെങ്കിലുമാണ് ആ മൊബൈൽ നമ്പർ കൊടുത്തതെന്നാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ നഷ്ടപ്പെടും. ആ പൈസ ഈ ബാങ്കുകാരാണ് മാറ്റിയെങ്കിൽ അവരവിടെ വയ്ക്കേണ്ടി വരും. അതുകൊണ്ടാണ് അവർ ഇത്തരം കാര്യം, അതായത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡിൽ തിരുത്തൽ വരുത്തുന്നത് പോലെ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡിൽ തിരുത്തൽ വരുത്തുന്നത് പോലുള്ള ഒരു സംഭവമാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു പ്രശ്നം വരാതിരിക്കാനാണ് അവർ ഇത്രയും വളരെ ഒരു ബുദ്ധിമുട്ട് അവർ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യോനോ ആപ്പ് ഉപയോഗിക്കാം. അതുപോലെ അതിനോടൊപ്പം തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നതിനുള്ള ഒരു അപേക്ഷ കൂടെ കൊടുക്കുക. ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് യോനോ ആപ്ലിക്കേഷനകത്തോ യോനോ ലൈറ്റ് ആപ്ലിക്കേഷനകത്തോ ഫുൾ ട്രാൻസാക്ഷൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വന്ന് ഞങ്ങളുടെ വീഡിയോ തന്നെ ഉണ്ട്, എങ്ങനെയാണ് യോനോ ആപ്പ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ യോനോ ലൈറ്റ് ആപ്പൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുന്നത്, ആക്ടിവേഷൻ ചെയ്യുന്നത്. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ബാങ്കിൽ തന്നെ ഇരുന്ന് അവരോട് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യോനോ ആപ്പിൽ OTP വരൂ അല്ലെങ്കിൽ മെസ്സേജ് വരുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ രണ്ട് രീതിയിൽ ആഡ് ചെയ്യാം. ഒന്ന് നിങ്ങൾക്ക് ഈ ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി, അത് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ബാങ്കിൽ പോയിട്ട് ഒരു അപേക്ഷ കൊടുക്കുക. എൻ്റെ ഹൈ സെക്യൂരിറ്റി പ്രൊഫൈലിലുള്ള മൊബൈൽ നമ്പർ മാറ്റി പുതിയ മൊബൈൽ നമ്പർ അതാണ് ഉപയോഗിക്കേണ്ടത്, സെക്കൻഡറി ആയിട്ടല്ല എന്ന് പ്രത്യേകം പറഞ്ഞാൽ മാത്രമേ അവർ മാറ്റിത്തരൂ. അങ്ങനെ തന്നെ പറഞ്ഞ് മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ബാങ്കിൽ പോയിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ. മറ്റെന്തെങ്കിലും പ്രശ്നം ഇനി ഈ രണ്ട് കാര്യം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് OTP ഒന്നും വരുന്നില്ല എങ്കിൽ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. നിങ്ങളുടെ ഫോണിലെ സിം കാർഡിൻ്റെയോ നിങ്ങളുടെ ലൊക്കേഷൻ്റെയോ, നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള സിമ്മിൻ്റെ സ്ലോട്ടിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കും നിങ്ങൾക്ക് OTP വരാത്തത്. ചിലപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ചെയ്തിട്ടുണ്ടാവും. 3 മാസം 6 മാസം ആവാതെയാണ് നിങ്ങൾ, അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിങ്ങൾ എയർടെല്ലിൽ നിന്നും ജിയോയിലേക്കോ BSNL നിന്നും ജിയോയിലേക്കോ മാറിയിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു പ്രശ്നം വരും 6 മാസം വരെ. എന്നാൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. SBI സംബന്ധിച്ച് 100-ലധികം വീഡിയോസ് നമ്മുടെ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ നോക്കാവുന്നതാണ്.